എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചെമ്മീൻ റോസ്റ്റാണ്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചെമ്മീൻ റോസ്റ്റാണ്. നല്ല എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ റോസ്റ്റ്. നമുക്കിത് ചോറിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും പെറോട്ട, അപ്പം, ചപ്പാത്തി ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചെമ്മീൻ റോസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനൊരു 10-20 പീസോളം ചെമ്മീൻ എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് അത് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവാപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ തന്നെ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ അളവിൽ വിനെഗറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവയെല്ലാം കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പിടിപ്പിച്ച് കൊടുത്താൽ നന്നായിരിക്കും. ഒരു 10 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാലും നല്ലതുപോലെ മസാല പിടിച്ച് കിട്ടും. ഞാനിപ്പോൾ ഉടൻ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ പാൻ വെച്ച് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത പ്രോൺസ് എല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. എല്ലാം മറിച്ചിട്ടും കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സൈഡ് ഞാനൊരു 1.5 മിനിറ്റാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്, മറു സൈഡും 1.5 മിനിറ്റ്. അങ്ങനെ ഒരു 3 മിനിറ്റേ ഞാൻ ചെമ്മീൻ കുക്ക് ചെയ്യാൻ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് കോരിയെടുത്തതിന് ശേഷം ഈ ഓയിലിൽ തന്നെ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ചെമ്മീൻ വെറുതെ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് നമ്മൾ ഈ ഒരു മസാല മാത്രം ഉപയോഗിച്ച് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് നോക്കണേ. ഇനി നമ്മൾ ആ കുക്ക് ചെയ്തെടുത്ത പാനിലേക്ക് തന്നെ ഞാൻ വെളിച്ചെണ്ണ കുറവായതിനാൽ 1 സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിലേക്ക് ആദ്യം ഉലുവ ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ടിട്ടുണ്ട്. അതൊന്ന് ചൂടാക്കി ഇട്ടിടാം. ഞാൻ വറുക്കാത്ത ഉലുവ ആയതുകൊണ്ട് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, ചതച്ചത്. അത് 1 ടീസ്പൂൺ ഓളം ഉണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും 2 ടീസ്പൂണാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ 2 പച്ചമുളക്. പിന്നെ ഡീറ്റെയിൽഡ് ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം ക്വാണ്ടിറ്റി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഡൗട്ടുള്ളവരൊക്കെ അവിടെ പോയി നോക്കിയാൽ മതി. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്തതിന് ശേഷം പച്ചമുളക് ഇട്ട് അതിന് ശേഷം ഞാനൊരു 5 സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്താണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടുന്നതിനായിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി നന്നായിട്ടൊന്ന് മൂടി വെച്ച് 1 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ച് നന്നായിട്ട് ഒന്ന് ബ്രൗൺ കളർ ആവുന്നവരെ പിന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇപ്പോൾ ഒരു ബ്രൗൺ കളർ ആയപ്പോൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് 1/2 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ മുളക് പൊടിയും 2 ടീസ്പൂൺ അളവിലാണ് മുളക് പൊടിയും ചേർക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ തന്നെ ഉലുവാപ്പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം ടൊമാറ്റോയാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. ഒരു തണ്ട് കറിവേപ്പില, കുറച്ച് മല്ലിയില, ഇതും കൂടെ എല്ലാം ഒന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആ പൊടിയൊക്കെ ഒന്ന് ചൂടായി കിട്ടുന്നവരൊക്കെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ വറുത്ത് കോരി വെച്ച ചെമ്മീൻ അതിലേക്ക് ഇട്ട് മസാലയായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ മസാലയൊക്കെ ഒന്ന് ചെമ്മീനിൽ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കണം. സോസും കെച്ചപ്പൊക്കെ ചേർത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഉപ്പ് ആവശ്യമാണെങ്കിൽ ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കണം. ഞാൻ ഫ്രൈ ചെയ്യുമ്പോഴും ഉള്ളി വഴറ്റുമ്പോഴൊക്കെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഉപ്പൊക്കെ പാകത്തിനുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ സെമി ഗ്രേവി ആക്കി ആണ് എടുക്കുന്നത് റോസ്റ്റ്. അതുകൊണ്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.